നമസ്കാരം. ഷൈനിയും രണ്ട് പെൺമക്കളും മരിച്ച സംഭവത്തിൽ ഭർത്താവ് നോബി ലൂക്കോസ് വീണ്ടും ജയിലിലേക്ക്. 3 ദിവസത്തെ കസ്റ്റഡി കാലാവധി അവസാനിച്ച ശേഷം നോബിയെ വീണ്ടും ജയിലിലേക്ക് അയക്കുകയായിരുന്നു. ഏറ്റുമാനൂർ പോലീസിന്റെ കസ്റ്റഡിയിലായിരുന്നു കഴിഞ്ഞ 3 ദിവസമായി നോബി. ഈ കാലഘട്ടത്തിൽ പ്രധാനമായും നോബിക്ക് എതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുകയായിരുന്നു പോലീസിന്റെ ലക്ഷ്യം. ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനാണ് നോബിക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കോടതിയിൽ നിന്നും കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം നോബിയെ തെളിവെടുപ്പിനും മറ്റു പരിശോധനയ്ക്കുമായി ഏറ്റുമാനൂർ പോലീസ് വാങ്ങുകയായിരുന്നു. കഴിഞ്ഞ 3 ദിവസം നോബിയുടെ സ്വന്തം വീടായ തൊടുപുഴ ചുങ്കത്തും ഷൈനിയുടെ വീടായ കോട്ടയം തെള്ളകം എന്നീ സ്ഥലങ്ങളിലൊക്കെ പോലീസ് എത്തിച്ച് തെളിവ് ശേഖരിച്ചിരുന്നു. ഇതിൽ പ്രധാനമായി പറയുന്നത് ഷൈനി മരിക്കുന്നതിന് പുലർച്ചെ 1 മണിയോടെ നോബി ഒരു വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നു. ഈ വാട്സാപ്പ് സന്ദേശത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പോലീസിനോട് ഇതുവരെയും നോബി പറഞ്ഞിട്ടില്ല. നോബിയുടെയും ഷൈനിയുടെയും ഫോണുകൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇതിൽ നോബി ഈ കാര്യം പറയാത്തതിനെ തുടർന്ന് മൊബൈൽ ഫോൺ ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കുന്നതിനായി സൈബർ സെല്ലിന്റെ സഹായത്തോടെ ഈ സന്ദേശം വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് അത് തന്നെയാണ്. നോബി അയച്ച സന്ദേശത്തിൽ മനം നൊന്താണ് ഷൈനി മരിക്കുന്നതിന് കാരണമായതെന്ന് ഷൈനിയുടെ ബന്ധുക്കളടക്കം പോലീസിനോട് പറഞ്ഞതാണ്. നോബിയും ഇത് സംബന്ധിച്ചതാണ്. താൻ പ്രകോപനപരമായ രീതിയിൽ ഒരു സന്ദേശം അയച്ചു, എന്നാൽ ആ സന്ദേശം എന്താണ് എന്നുള്ള കാര്യം ഇതുവരെയും നോബി പോലീസിനോട് പറഞ്ഞിട്ടില്ല. അത് വീണ്ടെടുത്ത് ഈ കേസിൽ നിർണായകമായ സന്ദേശം കണ്ടെത്തുന്നതിനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. അതേസമയം കഴിഞ്ഞ 3 ദിവസത്തോളമായി നോബി ഈ മൊബൈൽ ഫോൺ കണ്ടെത്തിയ സ്ഥലം, അത്തരത്തിൽ സ്വർണ്ണപ്പണയം, അതായത് ഷൈനിയുടെ സ്വർണം പണയം വെച്ചത് അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ശേഖരിക്കുകയായിരുന്നു. ഷൈനിയെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്താണ്, എത്രത്തോളം ഇടപെടലുകളാണ് നോബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഇതിനിടയിൽ നോബി ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ ജാമ്യാപേക്ഷയെ പോലീസ് എതിർക്കുകയായിരുന്നു. ജാമ്യം നൽകി ഇയാൾ പുറത്തിറങ്ങിയാൽ കേസ് അന്വേഷണത്തെ ബാധിക്കുമെന്നും തെളിവുകൾ നശിപ്പിക്കുന്നതിനുള്ള സാധ്യതയുണ്ടെന്നും പോലീസ് റിപ്പോർട്ട് ചെയ്തു. അതേ തുടർന്ന് ജാമ്യാപേക്ഷ നിരസിക്കുകയും 3 ദിവസത്തെ പോലീസിന്റെ ആവശ്യപ്രകാരം നോബിയെ കസ്റ്റഡിയിലേക്ക് വിടുകയുമായിരുന്നു ചെയ്തിരുന്നത്. ഈ സംഭവം കഴിഞ്ഞ ഫെബ്രുവരി 28 പുലർച്ചെ 5:20 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസിന് മുൻപിൽ ഷൈനി മക്കളുമായി ജീവൻ ഒടുക്കുന്നത്. അതേ തുടർന്ന് വലിയ വിവാദവും ചർച്ചയും ഒക്കെയാണ് കേരളത്തിൽ നടന്നത്. പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായതിനെ തുടർന്ന് അസ്വാഭാവിക മരണത്തിന് ആദ്യം പോലീസ് കേസെടുത്തെങ്കിലും പിന്നീട് നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കഴിഞ്ഞ 5-ാം തീയതി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പുലർച്ചെ 1 മണിയോടെ, അതായത് ഇവർ ജീവൻ ഒടുക്കുന്നതിന് 1 മണിക്ക് നോബി ഒരു ഫോൺ സന്ദേശം അയച്ചു എന്നാണ് പറയുന്നത്. ഇത് ഇയാളുടെ ജോലി സ്ഥലമായ ഇറാഖിലേക്ക് പോകുമ്പോൾ യാത്രാമാർഗം വിമാനത്താവളത്തിൽ വെച്ചാണ് ഇത്തരത്തിലൊരു സന്ദേശം അയച്ചത്. അവിടെ നിന്നും അയാൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും ഇയാൾ യാത്ര പോവുകയായിരുന്നു. യാത്ര പോകുമ്പോൾ അതിൽ യാത്രക്കിടയിലാണ് മനസ്സിലാകുന്നത് ഇവർ ആത്മഹത്യ ചെയ്തു എന്ന് മനസ്സിലാകുന്നത്. തുടർന്ന് നോബി നാട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു. പിന്നെ ഇവരുടെ സംസ്കാര ചടങ്ങുകൾ അടക്കം നോബി പങ്കെടുക്കുകയും ചെയ്തു. എന്നാൽ നോബിക്കും നോബിയുടെ വീട്ടുകാർക്കുമെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാർ അടക്കം ഉന്നയിച്ചിരുന്നു. അതേ തുടർന്നാണ് നോബിയെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നോബിയുടെ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുകയാണ്. ഇപ്പോഴും കോട്ടയം ജില്ലാ ജയിലിൽ നോബി കഴിയുകയാണ്. ഇതേ തുടർന്ന് കേസിന്റെ നിർണായക തെളിവുകൾ ശേഖരിച്ച് കൃത്യമായ രീതിയിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഈ ഷൈനിയെ ഈ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നതിന് പ്രധാനമായി കാരണം വഹിച്ചത് ആരൊക്കെയാണ്, പ്രത്യേകിച്ച് നോബിയുടെ ഒരു സഹോദരൻ വൈദികനായ ബോബി ചേരിയിൽ എന്ന ഒരു വ്യക്തിക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർക്കിടയിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു അന്വേഷണമൊക്കെ പോലീസ് നടത്തുന്നുണ്ട്. ഇവരുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദത്തിന് കാരണമായ, ആത്മഹത്യയിലേക്ക് നയിക്കാൻ കാരണമായ പ്രധാന കാരണങ്ങളിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് തുടങ്ങിയ അന്വേഷണങ്ങൾക്ക് പോലീസ് നടത്തി വരികയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഏറ്റുമാനൂർ SHO അൻസിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഏതായാലും കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു മരണമായിരുന്നു ഷൈനിയുടെയും 2 പെൺകുഞ്ഞുങ്ങളുടെയും. ഷൈനി നോബിയുടെ വീട്ടിൽ അത്രയ്ക്കും ശാരീരികവും മാനസികവുമായ പീഡനമാണ് ഏറ്റുവാങ്ങിയത്. കഴിഞ്ഞ 9 മാസം മുൻപേ നോബി ഉപദ്രവിച്ചതിനെ തുടർന്ന് തൊടുപുഴ പോലീസിൽ പരാതി നൽകിയതിന് ശേഷമാണ് സ്വന്തം വീട്ടിൽ ഷൈനിയും 2 പെൺകുഞ്ഞുങ്ങളുമായി വന്നു നിന്നത്. എന്നാൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ
സ്റ്റേഷനിൽ പരാതി നൽകിയെങ്കിലും അതിൽ കാര്യമായ ഒരു അന്വേഷണം നടന്നില്ല. നോബിക്ക് അനുകൂലമായാണ് പോലീസ് നിന്നതെന്ന് ഇപ്പോൾ ആരോപണവും ഉയരുന്നുണ്ട്. ഒരു ബന്ധുവിന്റെ മുന്നിൽ ഇട്ടുപോലും ഷൈനിയെ നോബിയുടെ വീട്ടിൽ വെച്ച് മർദ്ദിക്കുന്ന രംഗങ്ങൾ കണ്ടതായുള്ള വിവരവും ഒരു ബന്ധു നമ്മളോട് വെളിപ്പെടുത്തിയിരുന്നു. അത്തരത്തിൽ കൃത്യമായി ശാരീരികമായ മാനസികമായ പീഡനമാണ് ഷൈനി സ്വന്തം ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നത്. അത് പ്രതിഷേധത്തിനിടയാക്കിയിരിക്കുകയാണ്. ഏതായാലും ഈ നോബിക്കും കുടുംബത്തിനുമെതിരെ ശക്തമായ കേസുകൾ രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് ചെയ്ത് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നൊരു ആവശ്യമാണ് ഇപ്പോഴും ഉയരുന്നത്.